നോർമലി ഉള്ള കട്ടള കൊടുത്ത് ഇത് നമ്മൾ FRP അല്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് കൂര ചെയ്യാൻ നേരത്തെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യാം. അതൊരു എനിക്ക് തോന്നുന്നൊരു പുതിയ ഒരു അറിവാണ്. എന്നാൽ ഓട് എന്നുള്ള ആ വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ് ഷീറ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. നമസ്കാരം. നമ്മുടെ ചാനലിൽ ഈ പല പ്രോഡക്റ്റുകൾ കാണിക്കുമ്പോഴത്തേക്കും പലരും പറഞ്ഞിട്ടുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളെക്കുറിച്ച്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിനകത്ത് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽസാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട് കാണിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം, അതിനായിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെ, അതിൽ ചെയ്തിട്ടുള്ളൊരു വീട് അല്ല അതിൽ ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതും നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച, അതേസമയം മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഫേം തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രോജക്റ്റ് ചങ്ങനാശ്ശേരി തെങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവരുടെ ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വീടിൻ്റെ അപ്സ്റ്റെയർ പൂർണ്ണമായിട്ടും നമ്മുടെ ബോർഡിൻ്റെ പാനൽസ് അതിന് എന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് അവരോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പ്രീഫാബ് ടെക്നോളജീസ് അഖിൽ മുന്നേ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കായംകുളത്ത്. അപ്പോൾ അവരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൽ എന്തൊക്കെ സംഗതികൾ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ജയശങ്കർ, ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ളത് നമ്മുടെ അതുൽ അതുപോലെ അഖിൽ പ്രീഫാബ് ടെക്നോളജീസിൻ്റെ സാരഥീസാണ്. എനിക്ക് നമ്മൾ ഏകദേശം കണ്ടിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി. അവസാനം കായംകുളത്തായിരുന്നു നമ്മുടെ പ്രൊജക്റ്റ്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് വി പാനലിലാണ്. ബോർഡും പാനലും രണ്ട് മെറ്റീരിയലാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതലും വർക്ക് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നതും പാനൽ തന്നെയല്ലേ. പാനലാണ് വരിക. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിട്ടുപോയ സാധനം ഇതിൻ്റെ അതായത് കൂര ചെയ്യാൻ നേരത്തെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബേസിക് GI ഷീറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ശരി. പക്ഷെ GI ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ഈ പുറമേന്ന് കാണുന്ന എലിവേഷൻ അതാണ് പ്രശ്നം. അതായത് പുറമേന്ന് കാണുമ്പോഴത്തേക്കും ഒരു ഷീറ്റ് ഇട്ട വീട് അങ്ങനത്തെ ഒരു എലിവേഷൻ പലർക്കും പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇതേപോലത്തുള്ള പ്രൊഫൈൽഡ് ഷീറ്റുകൾ, അതായത് സ്പാനിഷ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സ്പാനിഷ് പ്രൊഫൈൽ ഷീറ്റുകൾ ഇടുമ്പോഴത്തേക്കും ഒരു ഓടിനേക്കാളി ഒരു പടി മേളിൽ കാണാൻ ഭംഗിയായിരിക്കും. അതായത് നമ്മൾ സാധാ ഓട് ഇടുമ്പോഴത്തേക്കും ആ പ്രൊഫൈലിനേക്കാളും കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കും. എനിക്ക് ഓട് എന്നുള്ള ആ വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ് ഷീറ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഇപ്പം അതിൻ്റെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗിനെ കുറിച്ച് നമുക്ക് പുറകെ സംസാരിക്കാം. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം അപ്സ്റ്റെയർ ഇല്ലായിരുന്നു. അപ്സ്റ്റെയർ പൂർണ്ണമായിട്ട് നമ്മൾ ഇതിലല്ലേ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽ തന്നെയാണ് അതങ്ങനെ ഇവർ റീവർക്ക് റിവാമ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇനി ഇപ്പോൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഇത് നമ്മുടെ ബോർഡിൻ്റെ തന്നെ പാനലാണ്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? എന്താ? ഓക്കെ, AAC പോലെ അല്ലേ. ഓക്കെ, സ്ട്രെങ്ത് ഉണ്ട്. വെയിറ്റ് നോക്കിയാലും മറ്റേക്കാട്ടിലും ഒരു പാനൽ നോക്കി തന്നെ 15 കിലോയോളം വെയിറ്റ് കൂടുതലുണ്ട്. ഡിഫറൻസ് ഉണ്ടല്ലേ. പിന്നെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടുതലാണ്. മറ്റേക്കാട്ടിലും കപ്പാസിറ്റിയും കൂടുതലാണ്. ഇതിൻ്റെ തിക്നെസ് എന്നാ വരുന്നത്? 50 mm. ഇതാണ് കേട്ടോ തിക്നെസ്. ഇതിൽ തിക്നെസ് പറയുമ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലർക്കും സംശയം തോന്നാം, ഇതേ ശരിക്കുമുള്ള ഭിത്തിയിൽ അടിക്കുന്ന പോലെ തന്നെയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാവരുടെയും സംശയം. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഇത് ചെയ്യുമ്പോഴത്തേക്കും കട്ടള ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അല്ല എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ കസ്റ്റമർക്ക്? ഇതിപ്പോൾ നമ്മൾ കട്ടള ആദ്യം പിടിപ്പിക്കുകയല്ല, ഇത് നമ്മൾ ഇതിങ്ങനെ ഒരു സ്പേസ് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് പിടിപ്പിക്കാം. ഓക്കെ, അപ്പം ചെറിയ ഗ്യാപ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ ഫില്ല് ചെയ്യുന്നത് PU ഫോം. ഓക്കെ ഇതൊക്കെ PU ഫോം വെച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫൈനലാക്കുക ചെയ്യുന്നത്. യെസ്, ഇതെല്ലാം ഇവരുടെ വർക്കാണ്. ഇപ്പം ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനെ വളരെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടൊന്ന് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. നോർമലി ഉള്ള കട്ടള കൊടുത്ത് ഇത് നമ്മൾ FRP അല്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റീൽ ഡോറും വെച്ചിട്ടുണ്ടോ, അത് ഞാൻ വഴിയെ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി ഇതിലിപ്പോൾ നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണോ, എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ സിമെന്റ് ബോർഡ് തന്നെ ഈ ഷേപ്പിൽ സിമെന്റ് ബോർഡാണ്. അതിന്റെ മേളിൽ സിമെന്റ് ബോർഡ് ക്ലാഡ് ചെയ്തിരിക്കും. ഓക്കെ, ആ ഫൈബർ സിമെന്റ് ബോർഡ് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. 6 mm ബോർഡാണ് ഇതിൽ ക്ലാഡിംഗ് ആയിട്ട് കൊടുത്തത്. അങ്ങനെ ഈ ഷേപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്താണ് അല്ലേ. എന്നിട്ട് പെയിന്റ് കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം അതുകൂടെ നമുക്ക് ഈ കുളത്തിൽ പറഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറാം. ഇതിൻ്റെ
സീലിംഗ് എങ്ങനെയാണ് ചെയ്തിരിക്കണേ? ജിപ്സം സീലിംഗ് ആണ്. ജിപ്സം സീലിംഗ് അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ വർക്കൂടെ ചേർത്തിട്ടാണ് നമുക്ക് അവസാനം റേറ്റ് പറയാം അതിലോട്ട് വന്നിരിക്കുന്നത്. ഇനി കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ചോദിച്ചിരുന്നു, ടൈല് ക്ലാഡ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഭിത്തിയിലോട്ട് ടൈല് ക്ലാഡ് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ടൈൽ ഗമ്മയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റഫാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ടൈൽ ഗം ഉണ്ട് ഒരു 307 ആണ്. ഗ്രേഡിന്റെ 307 അല്ലെ 315 ആ ഗ്രേഡിലുള്ള സാധനം വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭിത്തി നോർമലി ഉള്ള സിമെന്റ് ഭിത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. കാര്യം അതിനോട് മുകളിലോട്ട് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു വെല്ലുവിളിയാണ്. അന്ന് പലരും ചോദിച്ചതായിരുന്നു ബാത്റൂമിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒട്ടിക്കാവോ, അല്ലാതെ അതിനുള്ളൊരു തെളിവാണ് ഈ കാണിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ. ടൈല് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ആ തിക്നെസ് നമ്മൾ ടൈല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈൽ ഗമ്മിന്റെ ആ ഒരു തിക്നെസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബോർഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഡിഫിക്കൽട്ടി വരുന്നത് നമ്മൾ ബോർഡ് സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ സൈഡ് ബോർഡിലും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പാനലിൽ മാത്രമേ പാനലില്ല ബോർഡിൽ നമുക്ക് ടൈൽ സ്ക്രൂ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ബോർഡിൽ വരുമ്പോഴത്തേക്കും ആ ബോർഡിന്റെ തിക്നെസ് 8 mm ആണ് തിക്നെസ് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കണം ഈ ഗം ഇടുന്ന തിക്നെസ്. അതേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും, ഇളകി വരുത്തുമില്ല. ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നല്ലേ? നിങ്ങൾ തന്നെ. യെസ്. ഒരു കസ്റ്റമർ ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അറിയാൻ മേലാത്തവർ അത് നിങ്ങളിത് ചെയ്യിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, അത്ര. ഇനി ഇതൊക്കെ ആയിരിക്കും അലൂമിനിയം ACP വർക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ ഓണർക്ക് യഥാർത്ഥത്തിൽ അപ്സ്റ്റെയർ ഒരു വരുന്ന ഏതെങ്കിലും ഗസ്റ്റിന് കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ കൊണ്ടിട്ടാണ് അവർ അപ്സ്റ്റെയർ ഇങ്ങനെ ചെയ്തെടുത്തത്. ഗ്രാനൈറ്റ് ഇത് വെച്ച് ചെയ്തെടുത്തിരിക്കുന്നു. ഇതുമെല്ലാം നിങ്ങൾ ചെയ്യുന്നതല്ലേ? യെസ്. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും ശ്രദ്ധ കാര്യങ്ങൾ ഇവരുടെ വർക്കാണ് കേട്ടോ. ചിമ്മിനി സഹിതം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷനും കൊടുത്തിരിക്കും. ഇത് അലൂമിനിയത്തിൽ ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിൽ ചെയ്ത് ACP ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. ഇത് 42 അലൂമിനിയത്തിന്റെ ഫ്രെയിംസ് എല്ലാം പോയേക്കുന്നു. ഓക്കെ. ഇത് 2 കുന്നിന്റെ സെക്ഷന്. യെസ്. ഇതും അലൂമിനിയം ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന അല്ലേ? യെസ്. ഇവിടെ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് ജനാലകൾ ചെയ്തിരിക്കുന്നതും വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇതിൽ ചെയ്യാൻ സാധിക്കും. യെസ്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഡൗട്ട്ഫുള്ളാണ് ഇതുപോലുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബലക്കുറവ്, അതിലോട്ട് ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോഴത്തേക്കും എത്ര കാലം അതിന് ഡ്യൂറബിലിറ്റി, അങ്ങനെ ഒരു സംഗതി ഒരു ടെൻഷൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റീൽ വിൻഡോസും കൊടുക്കാം. അതായത് നമുക്ക് അതിനുള്ള സപ്പോർട്ട് ഫ്രെയിം കൊടുക്കണമെന്നേ ഉള്ളൂ. ഡയറക്റ്റ് സ്റ്റീൽ വിൻഡോസും നമുക്ക് വെക്കാം. ഇത് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ആ ഒരു പ്രിക്കോഷൻ എടുത്ത് ആ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരുന്നില്ല. ഈവൻ നമുക്കിപ്പം ഇത് ഒരു പ്രീഫാബ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സ്റ്റീലിലാണ്. അതെ. അപ്പം അതിനകത്ത് നമുക്ക് ഓരോ എലിമെന്റ്സും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇപ്പം വിൻഡോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ അലൂമിനിയം വിൻഡോസ് തൊട്ടിട്ട് അൽജീരിയയും UPVCയും സ്റ്റീലും അൽജീരിയ ഡോറാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അത് നമ്മുടെ ഒരു പാഷി അടച്ചിട്ടുണ്ട്, അതിലോട്ട് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ മെറ്റീരിയലിന്റെയും വെയിറ്റ് അനുസരിച്ചുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സപ്പോർട്ട് ബേസിലും ടോപ്പിലും ഇപ്പോൾ സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ റാഫ്റ്റേഴ്സിലോട്ട് കണക്ട് ചെയ്ത് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ പാനലുമായിട്ട് ബന്ധമില്ലാതെ തന്നെ നമുക്ക് ഇത് സ്ട്രോങ് ആയിട്ട് നിർത്താൻ പറ്റും, ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 ബെഡ്റൂംസ് ആണ് ചെയ്തിരിക്കുന്നത്. ആ 2 ബെഡ്റൂംസിലും ഈ പറഞ്ഞ പോലെ ഡോറ് നമ്മൾ അവിടെ കാണിച്ച പോലെ തന്നെ നോർമലി FRP ഡോറ് വെച്ചിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇതെന്താണ്? ഇത് 8 mm സിമെന്റ് ബോർഡാണ്. ടെക്സ്ചർ ആയിട്ടുള്ള ബോർഡാണ്. ഈ ഷേപ്പിലാണ് വരിക. ഇത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പുള്ളി നമ്മുടെ ഇവിടുത്തെ ക്ലയന്റിന് ഒരു എക്സെൻട്രിക് അങ്ങനത്തെ ഒരു ലുക്കിൽ അങ്ങനെ പ്രത്യേക ഒരു ഡിസൈൻ എനിക്കില്ല. എങ്ങനെയും കട്ട് നമുക്ക് സർവ്വ സ്വാതന്ത്ര്യം തന്നു എങ്ങനെയും കട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ. ഓക്കെ. അതുപോലെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വാൾപേപ്പർ ചെയ്യാനായിട്ടായിരുന്നു. ഓക്കെ. ഇതിൽ വാൾപേപ്പർ ചെയ്യുന്നതിലും ഭംഗിയായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്നു. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയാണ്. ബാത്റൂം ചെയ്യുമ്പോഴത്തേക്കും അത് ഏത് രീതിയിലൊക്കെ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇതിൻ്റെ ഭിത്തിയിൽ വോൾട്ടൈൽ ഒട്ടിച്ച് അതുപോലെ ഫ്ലോർ ഇട്ട് സർവ്വ ആക്സറീസും ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഷവർ ഇരിക്കുന്ന ഇതിലാണ്, പാനലിലാണ്. അതുപോലെ നമ്മുടെ WC ഇരിക്കുന്ന ഇതിലാണ്. ബാക്കി അതിൻ്റെ ഈ പറഞ്ഞ ഹാങ് ചെയ്യാനായിട്ടുള്ള സംഗതികളും വാഷ് ബേസിൻ ഉൾപ്പെടെ എല്ലാം ഇതിലായിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് കാര്യം
ഒരു സാധാരണക്കാരൻ നോക്കുമ്പോഴത്തേക്കും ഇത് ഡെയിലി യൂസേജിനുള്ളതാണ്. ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, അതെ, ഇത് ചെയ്യാൻ പറ്റുമോ, വെള്ളം പിടിച്ചാൽ പ്രശ്നം, കുറേ ഡൗട്ട്സ് ഉണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആദ്യം ചോദിക്കുന്നത് ഇതിൽ ബാത്റൂം കെട്ടണം, അത് ഞങ്ങൾ കട്ടയ്ക്ക് ബാത്റൂം കെട്ടിയിട്ട് പിന്നെ ബാക്കി ഇത് ചെയ്യണം. ഇതിൽ തന്നെ ബാത്റൂം നമ്മളിപ്പം ഇത് ചെയ്യുമ്പോഴേ വാട്ടർ പ്രൂഫ് ചെയ്യും. ഓക്കെ, ഇത് വാട്ടർ പ്രൂഫ് ചെയ്തിടും അല്ലേ? വാട്ടർ പ്രൂഫ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ബാത്റൂം മാത്രം, ബാത്റൂമിന് മാത്രം. ഇപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, വിത്ത് ബാത്റൂം. ഇതെനിക്ക് തോന്നുന്ന അലുമിനിയം ACP-യിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നല്ലേ? ഇതെല്ലാം ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ഇവരുടെ വർക്ക് ഇവർ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് സർഫസ് മോഡ് ലൈറ്റ് കൊടുക്കാനായിട്ടും അത് സീലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരു ഡിസൈൻ ഒരു കസ്റ്റമർ ഏത് രീതിയിൽ ചെയ്യാൻ തന്നാലും, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? സാധിക്കും. ആക്ച്വലി ഇത് ഒരു 3D ചെയ്ത്, അതായത് നമ്മൾ ഈ ക്ലയൻറ്റിനെ സമീപിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറ് ഞാൻ ഈ പറഞ്ഞ കണക്ക് നോർമൽ കൺസ്ട്രക്ഷൻ, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ നോർമൽ കൺസ്ട്രക്ഷനിലോട്ട് പോയപ്പോഴത്തേക്കും ഒരു ഹൈ കോസ്റ്റ്, അത് നിയർലി 30 lakhs അടുപ്പിച്ച് വരുന്നൊരു കോസ്റ്റിലോട്ടാണ് കൊട്ടേഷൻ. പുള്ളിക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, പക്ഷേ പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിലൊരു എലിവേഷൻ ഇതെല്ലാം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി തന്ന 3D അതേപോലെ എക്സിക്യൂട്ട് ചെയ്തു. നമ്മൾ വർക്ക് ചെയ്തതാണ്. യെസ്, ഇതിൻ്റെ റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് അവസാനം പറയാം കേട്ടോ. ഇത് നമ്മുടെ അലുമിനിയത്തിൻ്റെ അൾജീരിയൻ പ്രൊഫൈൽ അല്ലേ? ഇതാണ് ഇടയ്ക്ക് പറഞ്ഞത്. അൾജീരിയൻ പ്രൊഫൈൽ വിൻഡോയും നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. സാധിക്കും. ഓക്കെ, കളർ പിന്നെ നിങ്ങൾക്ക് അറിയാം, അൾജീരിയത്തിൽ ഏത് വേണേൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെ ഇതിൽ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. ഇതൊരു പാഷ്യോ അവരിവിടെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതും പുള്ളിയുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. ഇവിടെ ഒരു പാഷ്യോ ഓപ്പൺ പാഷ്യോ വേണമെന്നുള്ളത്. നമ്മൾ നോർമലി ഉള്ള ഇതും കൊടുത്ത് റൂഫിങ്ങും കൊടുത്തിട്ട് എന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്ലാന്റർ ബോക്സ് ഏതിലാണ് ചെയ്തിരിക്കുന്നത്? വീബോർഡിലാണ്. യെസ്, ഇത് ഫുള്ളായിട്ട് നമ്മൾ വീബോർഡിൽ കൊടുത്തിരിക്കുന്നത്, പ്ലാന്റർ ബോക്സ് അടക്കം ചെയ്തിരിക്കുന്നത്. അത് ഡയറക്റ്റ് കളർ അടിക്കുക, അത് പുട്ടി ഇടിക്കണം. പ്രൈമർ അടിച്ച് ഡയറക്റ്റ് പെയിന്റ് ചെയ്യാം. മെഷീൻ ഫിനിഷ്ഡ് ആയതുകൊണ്ട് ഓൾറെഡി പുട്ടി ഫിനിഷിലാണ് വീബോർഡ്സ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ടിയുടെ ഒരു ആവശ്യമില്ല. പിന്നെ ചില ഇന്റീരിയർ കേസസിലൊക്കെ വീടുകളുടെ ഇന്റീരിയർ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പോളിഷ്ഡ് ഫിനിഷ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ പുട്ടി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണിച്ചത് അലൂമിനിയത്തിൻ്റെ അൾജീരിയൻ പ്രൊഫൈലാണ്. ഇനി ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് നമ്മൾ സ്റ്റീൽ ഡോർ കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഡോർ ചെയ്യുന്നത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരുടെ സംശയത്തിനുള്ളൊരു മറുപടി ആയിരിക്കും അത്. എനിക്കും സംശയം ഉണ്ടായിരുന്നു സത്യത്തിൽ, ഇതിനകത്ത് എങ്ങനെ സ്റ്റീൽ ഡോർ ചെയ്യാൻ സാധിക്കുമെന്ന്. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കണേ? ഇത് നമ്മൾ 4x2 ഫ്രെയിമിങ് ചെയ്തിട്ടുണ്ട്. ശരി. GI ഫ്രെയിമിങ് ചെയ്തിട്ട് അതിലോട്ടാണ് ഇത് സ്റ്റീൽ ഡോറ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇളക്കം തട്ടത്തൊന്നുമില്ല. നാളെ ഒരു അവസരത്തിലാണെങ്കിലും പ്രശ്നമൊന്നും വരത്തില്ല. അതൊരു എനിക്ക് തോന്നുന്നൊരു പുതിയ ഒരു അറിവാണ്. 4x2 ഇത് നമ്മൾ അതിനു വേണ്ടി അത് കവർ ചെയ്യാൻ വേണ്ടി അത് വീബോർഡിൽ ഒരു ബോക്സ് ചെയ്തെടുത്തേക്കണം. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും ചെയ്യണം, ചെയ്താൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യെസ്, എപ്പോഴും ഞാനിത് ഇടയ്ക്ക് പറഞ്ഞൊരു സംഗതിയാണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് എലവേഷൻ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പുറത്തോട്ട് തള്ളിച്ചുകൊണ്ട്. അത് ഈ വെളിയിലത്തെ നിങ്ങൾ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ഇത് നമ്മൾ അന്ന് പറഞ്ഞ പ്ലാങ്ക്സ് അല്ലേ? വി പ്ലാങ്ക്സ് അല്ലേ? വി പ്ലാങ്ക്സ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് ആകമാനം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്. ഈ എലവേഷനൊക്കെ ഇത് വീബോർഡ് ചെയ്തിട്ടാണോ? ഈ എലവേഷൻ ക്ലയൻറ്റ് നമ്മളൊരു 3D പ്രൊവൈഡ് ചെയ്ത് അതിനകത്ത് ഈ എലവേഷൻ ഉണ്ടായിരുന്നു. യെസ്, ഈ എലവേഷൻ ഇവിടെ അത് അലൂമിനിയത്തിൻ്റെ ആ ഒരു വിൻഡോയുടെ ഇത് കൊടുത്തിരിക്കുന്നു, ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇതങ്ങനെ ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ പോലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. കൊടുത്തിരിക്കുന്നത് കൺസീൽഡായിട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നാളെ ഒരു അവസരത്തിന് പ്രോബ്ലം വരത്തില്ല. കാര്യം വി ബോർഡ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ തിരുവഞ്ചൂരുള്ള എൻ്റെ വീട്ടിൽ ചെയ്തിട്ട് അന്ന് വി ബോർഡായിരുന്നു. കൺസീലായിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത സാഹചര്യങ്ങൾ അതിൽ 2 കൊടുത്തിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഈ വി ബോർഡിനകത്തും കൺസീൽ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ പണ്ടുള്ള ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ പണ്ടൊക്കെ പ്രോബ്ലി ഈ വി ബോർഡിന്റെ ഇൻട്രൊഡക്ടറി ആയ ടൈമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റീൽ ഫ്രെയിംസ്, അതായത് സ്റ്റീൽ സ്ട്രക്ചർ അടിച്ചിട്ട് അതിന്റെ 2 സൈഡിലോട്ടും വി ബോർഡ്. അപ്പൊ നമുക്ക് ഈ സ്റ്റീലിനകത്ത് തുളച്ച് ഈ കണ്ട്യൂട്ട്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിഫിക്കൽട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ആയിട്ടുള്ള GI കോട്ടഡ് ചാനൽസ് വരുന്നുണ്ട്. അതിനകത്ത് ഈ ഹോൾസ് ഓൾറെഡി ഉണ്ട്. അപ്പം അതിന്റെ 2 പ്ലസ് പോയിന്റ്സ് ആണ്. എഗെയിൻ ബഡ്ജറ്റ്. നമ്മൾ ഒരു സ്റ്റീൽ പൈപ്പ് 2 കൊന്നിന്റെ പൈപ്പ് അല്ലെങ്കിൽ 3 കൊന്നിന്റെ ഒരു പൈപ്പ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും 20 ഫീറ്റിന്റെ ഒരു പൈപ്പിന് ഏകദേശം ഒരു 1100 രൂപ റേഞ്ച് വിലയുണ്ട്.
അത് 2 10 നമ്മുടെ സെക്ഷൻസ് വരുന്നത്. 10 പോയാൽ പോലും ഏകദേശം ഒരു 700 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ വില വരുന്നുണ്ട്. ഇതിനൊരു 175 രൂപ വിലയേ ഉള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൺസീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ മാറി ഒഴിവായിട്ടുണ്ട്. അതായത് നമ്മളൊരു സാധാരണ ഒരു വീട്ടിൽ നോർമലി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പൂർണ്ണമായിട്ടും ഇപ്പം ഈ പ്രോഡക്റ്റിലും ചെയ്യാമെന്നുള്ളതാണ്. ഒരു പക്ഷേ അതിലൊരു പടി മേളിലും ചെയ്യാൻ സാധിക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് വെയിറ്റിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുക ചെയ്യുന്നത്. വെയിറ്റിലുപരി റേറ്റിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുക. ശരിയല്ലേ? എൻ്റെ അടുത്ത് അഖിൽ പറഞ്ഞത് എന്നാ ചേട്ടാ ബഡ്ജറ്റ് പറയുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഹൗസ് ഒന്ന് പറയേണ്ടതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി കേരളത്തിൽ ഇത് എത്രയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്? എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിച്ചത്? 1050 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ എത്ര ആയിട്ടുണ്ട്? 17 lakhs, 17 ലക്ഷം. യഥാർത്ഥത്തിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് 17 ലക്ഷം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനകത്ത് ആ ഇന്റീരിയർ ഒക്കെ നമ്മുടെ വന്നിരിക്കുന്നതല്ലേ, കിച്ചൺ ചെയ്തിരിക്കുന്നതൊക്കെ. കിച്ചൺ അതെ, ഈ ഒരു പാർട്ടീഷൻ വന്നത് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. ആദ്യം അതില്ലായിരുന്നു, ഓപ്പൺ ആയിട്ട് തന്നെ ഇടാൻ. പിന്നീട് അത് അലുമിനിയത്തിൽ ചെയ്ത് അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വന്നിരിക്കും. എന്നാലും അത് നിസ്സാര പൈസയ്ക്കല്ലേ വീഴത്തുള്ളൂ. ബാക്കി എലിവേഷനിൽ വന്നേക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. യെസ്. ഇപ്പോൾ വീണ്ടും ഞാൻ അന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എടുത്തു പറയാണ്, ഇതിന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ ഒന്നും എടുത്തു പറയാണ്. കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം ഏതൊക്കെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചാണ് മാറുക. എപ്പോഴും ഇത് ഞാൻ അന്ന് ചോദിച്ച പോലെ തന്നെ ഇതൊരു ഫുൾ സ്ട്രക്ചർ വീട്, അതായത് നിലത്തുനിന്ന് പോകുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഇതിൻ്റെ അപ്സ്റ്റെയർ ചെയ്തേക്കണം, അല്ലാതെ ഒരു വീട് ചെയ്യാനും സാധിക്കത്തില്ല. സാധിക്കുകയും ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിനകത്ത് അങ്ങനെ ഒരു 2 നില വീട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ താക്കോല് കൊടുക്കുന്നതായിരിക്കും. യെസ്, അത് നമ്മൾ കാണിക്കുന്നതുമായിരിക്കും. അതെ, വീടും ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ഇപ്പം ഫുള്ളി സ്റ്റീൽ സ്ട്രക്ചർ റിസോർട്ട് അതും ചെയ്യുന്നു. അതെ. ഓക്കെ. എപ്പോഴും ഇതാണ്, എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ പലരും ബഡ്ജറ്റ് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് കോംപ്രമൈസുകൾ ആവശ്യമുണ്ടെന്ന് തോന്നും. പക്ഷേ ഈ ഒരു പ്രീഫാബ്രിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ തോതിൽ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. യെസ്, അന്ന് ചോദിച്ചാൽ പോലെ ഇതൊരു ക്ലീശയാണ്. കാര്യം ഇവരോട് 2 പ്രാവശ്യം ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ല ഇന്ത്യയിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? കേരളത്തിലാണ് വെളിയിലോട്ട് ഇപ്പം അധികം ആക്സസ് ചെയ്യുന്നില്ല. മാത്രമേ കേരളത്തിന് വെളിയിലോട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എവിടെ നാൾ വിളിച്ചാൽ ചെയ്യാൻ പറ്റും. നമുക്ക് പാലക്കാട് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്. അതായത് പലരും ഞാൻ അന്ന് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നമുക്ക് സൈറ്റ് ഉള്ള സ്ഥലങ്ങളാണ് ഞാനന്ന് എടുത്ത് പറഞ്ഞത്. അത് കേരളത്തിന്റെ എല്ലാ ജില്ലയും കവർ ആയെന്നുള്ളത് നമ്മുടെ ഒരു ലക്ക് ഫാക്ടറാണ്. അപ്പോൾ പലരും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, കാരണം ഈ ഡോക്ടർ ഇന്റീരിയേഴ്സിനോട് ട്രസ്റ്റ് ഉള്ള ഇത്രയധികം ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ട്രസ്റ്റിൽ നമ്മൾ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം കാലിക്കട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഒരു റൂം കെട്ടിത്താന്ന് പറഞ്ഞ് വിളിക്കുന്നത് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫീസിബിൾ ആയിരിക്കും. അത് ഇത്രേ ഉള്ളൂ. നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് റൂം എടുക്കുക, അത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പറ്റിയേക്കാം. ഏറ്റവും മാക്സിമം കൊല്ലത്ത് ഇവരുടെ ഓഫീസിനോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്ററിനകത്ത് സാധിച്ചേക്കാം, അല്ലെങ്കിൽ സാധിക്കത്തില്ല. അത് ആദ്യം തന്നെ പറയട്ടെ. അല്ലാതെ നമ്മളൊരു ഫുൾ പ്രോജക്റ്റായിട്ട് കേരളത്തിൽ എവിടെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. യെസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് പ്രീഫാബ് ടെക്നോളജീസ് എന്ന് തന്നെയാണ് ഇവരുടെ ഫേമിൻ്റെ പേര്. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ മുന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക്. അതിൽ നിന്ന് ഒരുപിടി മുന്നോട്ട് വന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അതുകൂടെ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ബാക്കിയല്ല പറഞ്ഞ പോലെ. അപ്പോൾ അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് 2 നില വീട്ടിൽ കാണും. അതിൻ്റെ താഴെയും മുകളിലും 2 നിലയായിട്ട് ചെയ്തൊരു വീട്ടിൽ നമ്മൾ ഇപ്പം ഫുള്ള് പാനലിലും ചെയ്യുന്നുണ്ട്. ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ചെയ്യുന്നത് ഒരു താഴത്തെ നില ഇന്റർലോക്ക് ബ്രിക്കിൽ ചെയ്തിട്ട് മേളത്തെ നില വി പാനൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏത് രീതിയിലും ഒരു കസ്റ്റമർ നിങ്ങൾ തന്നെ ചെയ്യുന്നത് ഇന്റർലോക്ക് ബ്രിക്കിൻ്റെ അതും ഇന്റീരിയർ അടക്കം. യെസ്. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. നേരിട്ട് വിളിക്കുക. പ്രൊജക്റ്റ് ഇതൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണാൻ സാധിക്കുമല്ലോ അല്ലേ ആൾക്കാർക്ക്. ഇവരെ വിളിച്ചാൽ മതി, ഇവരത് നിങ്ങൾക്കത് ഡയറക്റ്റ് ചെയ്ത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു 2 പേർക്കും. ഒരു പ്രൊജക്റ്റും ഒരു പ്രൊജക്റ്റ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. വീടിൻ്റെ കേസിലാണ് പറയുന്നത് 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിലൊരു ഇച്ചിരി മുന്നേ അഖിൽ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഞാൻ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നത് ആ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 100% ഒരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. 2 നില വീടിൻ്റെ പുറകെ കാണിക്കാം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതായിരിക്കും അജയ് സംഘ സൈനിക ഡോക്ടർ ഇന്റീരിയർ.